അമൃതയെ വെക്കണ്ട എന്ന് തീരുമാനിച്ചു. അതിൽ ആരൊക്കെയോ ചേർന്നിട്ട് അതിൽ ചോദിച്ചപ്പോൾ ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ ആ സ്റ്റേജിൽ ഇരിക്കാനുള്ള യോഗ്യത ഇല്ല എന്ന് പറയുന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്നു. വേറെ എന്താണെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇട്ടു. അപ്പോൾ അത് കണ്ട ഉടനെ ആത്മാ മെമ്പറായ സാജൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് മസ്റ്റായിട്ടും ഗണേശേട്ടൻ അറിയണം എന്നുള്ളത്. കാരണം ഇന്നത്തെ ആത്മയുടെ പ്രോഗ്രാമിലെ ഗസ്റ്റ് ഗണേശേട്ടനാണ്. ഇന്നലെ അമൃതയെ തള്ളിക്കളഞ്ഞ ആളുകൾക്ക് ഒരു മറുപടിയാണിത്. ഇന്ന് ഫോട്ടോ എടുത്തു, സംസാരിച്ചു. അപ്പൊ ഗണേശേട്ടൻ പറഞ്ഞ മറുപടി എന്തുവാ? ഗണേശേട്ടൻ്റെ അടുത്ത് വേദിയിലിരുന്നപ്പോൾ സാഞ്ചേട്ടനും കിഷോറേട്ടനും ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഗണേശേട്ടൻ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ അവളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം, എന്നിട്ട് ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യണം. അർഹതയുണ്ട് അദ്ദേഹത്തിന് കൂടെ നിൽക്കാൻ, അർഹതയുണ്ടെന്ന് സാർ ഇങ്ങനെ ക്ലോസ് ആയിട്ട് ഫോട്ടോ എടുത്തു. അർഹതയില്ലെങ്കിൽ അമൃത ഇവിടെ നിൽക്കത്തില്ല. അമൃത എല്ലാവർക്കും ഇഷ്ടമുള്ളത് കൊണ്ടാണ് അമൃത നിൽക്കുന്നത്. പിന്നെ ഈ ചെറ്റത്തരം കാണിച്ച സംഘാടകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തൊക്കെ കാണിച്ചാലും ഒരാളെ വിളിച്ച് ഈ അപമര്യാദ കാണിക്കല്ലേ. അമൃത ഒറ്റ കാര്യമുള്ളൂ, വെള്ളരിപ്രാവ മലയാളികളുടെ. അപ്പൊ അടിച്ചു കയറി വാ, അത്രേ ഉള്ളൂ. അടിച്ചു കയറി വാടാ. താങ്ക് യു.